അന്ന് പെയ്ത മഴയിൽ ഭാഗം 13. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പ്രിയേച്ചിയെ രക്ഷിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ ആരാണെന്നറിയോ പ്രിയേച്ചി? അയാളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ജയദേവൻ ചോദിച്ചു. അയാളുടെ പേര് വിനു, വർഷ പറഞ്ഞു. എല്ലാവരും അവളെ അമ്പരപ്പോടെ നോക്കി. വർഷ പറഞ്ഞു തുടങ്ങി. കമ്പനിയുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഓൺസൈറ്റ് വർക്കിന് വേണ്ടി 6 മാസത്തേക്ക് അമേരിക്കയിൽ ചെന്നതായിരുന്നു വിനു. പ്രൊജക്റ്റ് കഴിഞ്ഞ് പോകുന്നതിൻ്റെ തലേ ദിവസം അയാൾ ഫ്രണ്ട്സുമൊത്ത് ബീച്ച് റോഡിലുള്ള ഒരു പബ്ബിൽ പോയി. അയാൾ മദ്യപിക്കാറില്ലായിരുന്നു. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൂടെ ചെല്ലാമെന്നേറ്റത്. മൂക്കറ്റം മദ്യപിക്കുന്ന കൂട്ടുകാർക്കിടയിൽ ജ്യൂസും കുടിച്ച് മുഷിഞ്ഞിരിക്കുന്ന സമയം അയാൾ നാട്ടിലുള്ള അയാളുടെ പെങ്ങൾക്ക് ഫോൺ ചെയ്തു. തൊട്ടടുത്തുള്ള ബീച്ച് ഹൗസിൽ ഉച്ചത്തിലുള്ള പാട്ടും ബഹളവുമായി പാർട്ടി നടക്കുന്നതിനാൽ ഫോണിൽ അവൾ പറയുന്നതൊന്നും അയാൾക്ക് കേൾക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അധികം ദൂരത്തല്ലാതെ ഒരു ബോട്ട് ഹൗസ് കാണുന്നത്. അയാൾ ഫോണുമായി അങ്ങോട്ട് നടന്നു. ബോട്ട് ഹൗസിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അയാൾ സംസാരിച്ചു. തിരികെ വീട്ടിലെത്തുമ്പോൾ കഴിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്നും വരുമ്പോൾ അവൾക്ക് തരാൻ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നുമൊക്കെ അയാൾ പെങ്ങളോട് പറഞ്ഞു. പെട്ടെന്നാണ് ബോട്ട് ഹൗസിൽ നിന്നും ആരുടെയോ ഞരക്കം കേട്ടത്. ഫോൺ കട്ട് ചെയ്യാതെ അയാൾ ബോട്ട് ഹൗസിലേക്ക് കയറി. ലൈറ്റിട്ടപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ചോരയിൽ മുങ്ങിക്കുളിച്ച് പാതി നഗ്നയായി കിടക്കുന്ന ഒരു സ്ത്രീരൂപം. അയാൾ അവിടെ കിടന്നിരുന്ന ഒരു തുണിയെടുത്ത് അവരെ പുതപ്പിച്ചു. ഫോണിലൂടെ പെങ്ങളോട് കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞത് പെങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. അയാൾ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ ഒരു ഫോട്ടോ പെങ്ങളുടെ ഫോണിലേക്ക് അയച്ചു. ആ സ്ത്രീയുടെ പേഴ്സ് തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അതിൽ അവരുടെ ഐഡൻറ്റിറ്റി കാർഡും ഫോണും ഉണ്ടായിരുന്നു. അവരുടെ ഫോണിലെ ലോക്ക് സ്ക്രീനിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ വിനുവിന് ആ സ്ത്രീ ആരാണെന്ന് മനസ്സിലായി. വിനു ആ ഫോട്ടോയും പെങ്ങളുടെ ഫോണിലേക്ക് അയച്ചു. താൻ അയച്ച ഫോട്ടോസ് അബദ്ധത്തിൽ പോലും ആർക്കും ഫോർവേഡ് ചെയ്യരുതെന്ന് അയാൾ പെങ്ങളോട് പറഞ്ഞു. ആ സ്ത്രീയുടെ ഫോൺ ലോക്കായിരുന്നതിനാൽ അയാൾക്കത് തുറന്നു നോക്കാൻ പറ്റിയില്ല. അയാൾ അവിടെ കിടന്നിരുന്നൊരു കുപ്പിയെടുത്ത് അതിൽ വെള്ളം നിറച്ച് അവളുടെ മുഖത്ത് കൊണ്ടുവന്ന് തളിച്ചു. പാതി ബോധത്തിൽ കിടന്ന അവൾക്ക് അയാൾ കുടിക്കാൻ വെള്ളം കൊടുത്തു. പ്രൊജക്റ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം നാട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് പോലീസ് കേസിൽ ഇൻവോൾവ് ആയാൽ ഉടനെ എങ്ങും നാട്ടിലേക്ക് തിരികെ പോകാൻ പറ്റാതെ അമേരിക്കയിൽ ഓരോ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരുമോ എന്ന ചിന്തയിലും പിന്നെ ഒരുപക്ഷെ വാദി പ്രതിയാകുമോ എന്നുള്ള ഭയം കൊണ്ടും അയാൾ ആ സ്ത്രീയോട് താൻ അവരുടെ ഫോണിൽ നിന്ന് തന്നെ എമർജൻസി നമ്പറിൽ വിളിക്കുകയാണെന്നും പറയുന്നത് പെങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം കേട്ടത്. കൂടെ വിനുവിൻ്റെ അലർച്ചയും. എന്താണ് സംഭവിച്ചതെന്ന് പെങ്ങൾക്ക് മനസ്സിലായില്ല. ഫോൺ കട്ടായി. പിന്നീട് ഇന്ന് വരെ ആരും വിനുവിനെ കണ്ടിട്ടില്ല. അയാളുടെ ശബ്ദവും കേട്ടിട്ടില്ല. വർഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ച് നാളുകൾക്ക് മുൻപ് അമേരിക്കയിൽ നിങ്ങളുടെ കമ്പനിയിൽ വെച്ച് ഒരു സ്റ്റാഫിനെ കാണാതായത് ഓർമ്മയുണ്ടോ? ഒരു മിസ്സിംഗ് കേസ്. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നും അയാൾ എവിടെയാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. ഒരു വിനീത്? വർഷ ആദിത്യനെ നോക്കി ചോദിച്ചു. അതെൻ്റെ ചേട്ടനാ, എൻ്റെ വിനുവേട്ടൻ. വർഷ മുഖം പൊത്തി കരഞ്ഞു. പ്രിയ ഒഴികെ ആദിത്തും മറ്റുള്ളവരും കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ പകച്ചു നിന്നു. പ്രിയേച്ചിയുടെ ID കാർഡ് നോക്കിയപ്പോൾ ഏട്ടന് സംശയം തോന്നിയിരുന്നു. പിന്നെ പ്രിയേച്ചിയുടെ ഫോണിലെ ആദിത്യ സാറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഏട്ടന് മനസ്സിലായി അത് സാറിൻ്റെ പെങ്ങളാണെന്ന്. ഓർമ്മ വെക്കാത്ത പ്രായത്തിൽ ആരോ ഓർഫണേജിൽ ഉപേക്ഷിച്ചു പോയതാ എന്നെയും ഏട്ടനെയും. ചിലരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പോലും പറ്റിയത്. ഏട്ടൻ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. മെറിറ്റിൽ തന്നെ ഏട്ടൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പഠിത്തം കഴിഞ്ഞൊരു കമ്പനിയിൽ ഏട്ടന് ജോലി കിട്ടി. ഒരു വാടക വീടെടുത്ത് ഏട്ടൻ എന്നെയും കൂട്ടി അവിടെ താമസമാക്കി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അമേരിക്കയിലുള്ള നിങ്ങളുടെ കമ്പനിയിലേക്ക് ഓൺസൈറ്റ് പോവാൻ ഏട്ടനൊരവസരം കിട്ടി. 6 മാസത്തേക്കാണെങ്കിലും അങ്ങോട്ട് പോയാൽ ശമ്പളം കൂടുതൽ കിട്ടുമെന്നുള്ളത് ഏട്ടന് വലിയൊരു ആശ്വാസമായിരുന്നു.
എന്നെ തിരികെ ഓർഫനേജിൽ തന്നെ നിർത്തി ഏട്ടൻ അമേരിക്കയിലേക്ക് പോയി. എല്ലാ ദിവസവും എന്നെ വിളിച്ച് സംസാരിക്കും. തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു കൂട്ടുകാരോടൊപ്പമുള്ള ആ പാർട്ടി. ആ ഫോൺ കോളിന് ശേഷം ഏട്ടൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. വിനുവേട്ടനെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയവുമില്ലായിരുന്നു. വിനുവേട്ടൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൈമലർത്തി. ആകെക്കൂടി കയ്യിലുണ്ടായിരുന്നത് ഏട്ടൻ അയച്ചു തന്ന 2 ഫോട്ടോസ് മാത്രമായിരുന്നു. അനാഥാലയത്തിലെ മദറിനോട് കാര്യം പറഞ്ഞു. അവരും അവർക്കാവുന്നത് പോലൊക്കെ ശ്രമിച്ചു. ആരെയൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏട്ടനെ കണ്ടുപിടിക്കുന്നതിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങളെപ്പോലെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരെ കാണാതായാൽ ആർക്കെന്ത് നഷ്ടം? അതുകൊണ്ട് വിനുവേട്ടൻ്റെ മിസ്സിംഗ് കേസ് ഒരു ലോക്കൽ പത്രത്തിലെ ഒരു ചെറിയ കോളത്തിലൊതുങ്ങി. അപ്പോഴാണ് ഞാൻ പ്രിയേച്ചിയെക്കുറിച്ച് അറിഞ്ഞത്. പ്രിയേച്ചി ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം പ്രിയേച്ചിയാണ് അവസാനമായിട്ട് എൻ്റെ വിനുവേട്ടനെ കണ്ടത്. പ്രിയേച്ചിയോടാണ് വിനുവേട്ടൻ അവസാനമായിട്ട് സംസാരിച്ചതും. കിട്ടാവുന്ന ന്യൂസ് പേപ്പറുകളും ഇൻ്റർനെറ്റും ഒക്കെ ഞാൻ അരിച്ചു പെറുക്കി. പക്ഷേ അമേരിക്കയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി എവിടെയും വായിച്ചു കണ്ടില്ല. ആ രാത്രിക്ക് ശേഷം പ്രിയേച്ചി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് നിങ്ങളെ തേടി വരുന്നതായിരുന്നു. അതിന് നിങ്ങൾ നാട്ടിലെത്തുന്നത് വരെ കാത്തു നിൽക്കണമായിരുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ആദിത് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു പത്രത്തിൽ വായിച്ചത്. അതിൽ ആർട്ട് ആൻഡ് സൊല്യൂഷൻ CEO ഇപ്പം മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ അവധിക്കാല വസതിയിലുണ്ടെന്ന് എഴുതിയിരുന്നു. നിങ്ങളുടെ കൂടെ പ്രിയേച്ചി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു. ഞങ്ങളുടെ കൂടെ അനാഥാലയത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് മുംബൈയിലായിരുന്നു താമസം. ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഈ പത്രവാർത്ത കണ്ട ശേഷം ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചു. ഞാൻ എന്തിനാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം അവൾ എതിർപ്പ് പറഞ്ഞു. പിന്നീട് ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോഴാണ് അവളൊന്ന് സമ്മതിച്ചത്. ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ അവൾക്കോ അവളുടെ ഭർത്താവിനോ ഒരു ആപത്തും സംഭവിക്കരുതെന്ന ഉറപ്പിന്മേൽ അവൾ സമ്മതിച്ചു. അങ്ങനെ അവളുടെ അടുത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. മദറിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടൊരു ജോലി തേടി അവളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞു. അങ്ങനെ ഞാൻ മുംബൈയിലെത്തി അവരുടെ കൂടെ താമസം തുടങ്ങി. നിങ്ങളുടെ വീട്ടിലേക്ക് കയറാനുള്ള എളുപ്പവഴിയായിട്ടാണ് ഞാൻ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സതിയമ്മയുമായിട്ട് അടുത്തു. പിന്നെ അമ്മയുടെ കാല് പിടിച്ച് ആ വീട്ടിൽ കയറിപ്പറ്റി. പക്ഷെ ഇവിടെ വരുന്നതുവരെ എനിക്കറിയില്ലായിരുന്നു, യാദർശികമായിട്ടാണെങ്കിലും സവിതയുമായി ചെറിയ മുഖസാദൃശ്യമുള്ളതുകൊണ്ടാണ് സതിയമ്മ എന്നെ സഹായിച്ചതെന്ന്. പിന്നീടാണ് അടച്ചിട്ട ആ മുറിക്കുള്ളിൽ പ്രിയേച്ചി ഉണ്ടെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. പ്രിയേച്ചി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പാതി ആശ്വാസമായി. പ്രിയേച്ചിയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പല തവണ ഞാൻ പ്രിയേച്ചിയുടെ മുറിക്കുള്ളിൽ കയറാൻ ശ്രമിച്ചു. പക്ഷെ സതിയമ്മ ഒരിക്കലും സമ്മതിച്ചില്ല. ആരും കാണാതെ കയറിയ ദിവസമാണ് പ്രിയേച്ചി എന്നെ അടിച്ചതും ഞാൻ ബോധം കെട്ട് വീണതും. പക്ഷെ ഞാൻ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. എൻ്റെ ഏട്ടന് വേണ്ടി എന്തും നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു. പിന്നീട് കയറിയപ്പോൾ പ്രിയേച്ചി എന്നെ ഉപദ്രവിക്കാൻ വന്നു. പക്ഷെ ഞാൻ പ്രിയേച്ചിയോട് ആ രാത്രി പ്രിയേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാമെന്നും ആ രാത്രി അതുപോലെ തന്നെ വേദന ഏറ്റുവാങ്ങി വന്ന ഒരാളുണ്ട്, അയാളിന്ന് എവിടെയാണെന്നോ ഏതവസ്ഥയിലാണെന്നോ ഒന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞു. പ്രിയേച്ചി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രിയേച്ചിയുടെ കാല് പിടിച്ച് കരഞ്ഞു. വിനുവേട്ടൻ്റെ ഫോട്ടോയും ഏട്ടൻ എനിക്ക് അയച്ചു തന്ന ഫോട്ടോസും ഞാൻ പ്രിയേച്ചിയെ കാണിച്ചു. വർഷ പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാനാവാതെ ആദിത്തും മുത്തശ്ശിയും മറ്റുള്ളവരും അവളെ നോക്കി. വർഷ പറഞ്ഞത് സത്യമാണ്. വിനു അയച്ചിരുന്ന ഫോട്ടോസ് വർഷ എന്നെ കാണിച്ചു. വിനു എൻ്റെ ഫോണിൽ നിന്നും എമർജൻസി നമ്പർ വിളിച്ചു. അതേ സമയം തന്നെ ആയിരിക്കണം വിനു ആക്രമിക്കപ്പെട്ടത്. തൊട്ടടുത്ത നിമിഷം അയാൾ അപ്രത്യക്ഷനായി. എൻ്റെ ഫോണിൽ നിന്ന് കോള് വന്നതനുസരിച്ച് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് ബോട്ട് ഹൗസിലേക്ക് വന്ന് എന്നെ രക്ഷപ്പെടുത്തി. അവരപ്പൂപ്പനെ വിളിച്ചു വരുത്തി. മരണവെപ്രാളത്തിനിടയ്ക്ക് ഞാൻ തന്നെ നമ്പർ ഡയൽ ചെയ്തതാകാമെന്നാണ് അവർ വിചാരിച്ചത്. അന്ന് രാത്രി ജീവച്ഛവമായി കിടന്ന എന്നോട് കരുണ കാണിച്ച എന്നെ രക്ഷപ്പെടുത്തിയ ആ പാവം ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പ്രിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ ഫോട്ടോസ് അതെവിടെ? ജയദേവൻ ചോദിച്ചു. വർഷ തൻ്റെ ഫോണെടുത്ത് ആദിത്യന് നേരെ നീട്ടി. വിനുവിന് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, കുറച്ച് നാളുകൾക്ക് മുൻപ് ഇങ്ങനെ ഒരാൾ തൻ്റെ കമ്പനിയിൽ നിന്നും മിസ്സിംഗ് ആയതും പോലീസിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തതും ഒരു തുമ്പും കിട്ടാതെ പോയതും ആദിത്യന് ഓർമ്മ വന്നു. പിന്നെ വിനു വർഷയ്ക്ക് അയച്ചു കൊടുത്ത ഫോട്ടോസ് അവൻ കണ്ടു. താനും ജയദേവനും തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു.
പ്രിയയുടെ ഫോണിലെ ലോക്ക് സ്ക്രീൻ ഫോട്ടോ. രണ്ടാമതയച്ച ഫോട്ടോ കാണാൻ ശക്തിയില്ലാതെ ആദ്യത്തെ കണ്ണുകൾ അടച്ചു. അതിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന പ്രിയയുടെ മുഖം വ്യക്തമായിരുന്നു. അവൻ കണ്ണു തുറന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. ആ ഫോട്ടോ മുഖത്തോടടുപ്പിച്ച് വീണ്ടും അതിൽ നോക്കി. അവൻ്റെ തലയ്ക്കകത്ത് ഒരു വിസ്ഫോടനം നടന്നു. കണ്ടത് വിശ്വസിക്കാനാവാതെ കണ്ണിമ ചിമ്മാതെ അവൻ വീണ്ടും വീണ്ടും അതിൽ നോക്കിക്കൊണ്ടിരുന്നു. കാര്യമെന്തെന്നറിയാതെ മുത്തശ്ശിയും ജയശങ്കറും മായയും ദേവനും അവനെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ പറ്റിയ മോനെ? മായ ചോദിച്ചു. അവൻ പതിയെ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അവൻ പതിയെ ആ ഫോട്ടോയുമായിട്ട് അവിടെ നിന്നിരുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.